ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ഒരാൾ ക്വിറ്റ് ചെയ്യാണ്. ആരാണ് ക്വിറ്റ് ചെയ്തത്? അതുപോലെ എന്ത് പ്രശ്നം കൊണ്ടാണ് ഈ ഒരാള് ക്വിറ്റ് ചെയ്തത്? നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആരാണ് ക്വിറ്റ് ചെയ്യാൻ പോകുന്നത്? നെവിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ക്വിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ആദിലയുടെയും നോറയുടെയും കേസിലാണ് നെവിൻ ഔട്ട് ആവുന്നത്, നെവിൻ ക്വിറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആദിലയുടെയും നോറയുടെയും കമ്മ്യൂണിറ്റി ആയ LGBTQ കമ്മ്യൂണിറ്റി ഇല്ലേ, അതിനെതിരെ എന്തോ പറഞ്ഞു. നെവിൻ അതിനെതിരെ എന്തോ പറഞ്ഞു, ആ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ എന്തോ പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രശ്നമാണ് വരുന്നത്, വേറൊന്നുമല്ല. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു, നെവിൻ ഇത് പറ്റില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കമ്മ്യൂണിറ്റിക്കെതിരെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ബിഗ് ബോസ് തന്നെ ചോദിക്കുകയാണ്, നെവിൻ ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങൂ എന്ന് പറയുകയാണ്. നെവിൻ ആ പേരും പറഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന്. നെവിൻ അങ്ങനെ ക്വിറ്റ് ചെയ്തു. അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട്. ഇനി തിരിച്ച് വരുമോന്ന് വെച്ചാൽ അത് എനിക്ക് അറിയത്തില്ല. എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ആക്കിയിട്ട് വരുമോന്ന് പറഞ്ഞുകൂടാ. ആദിലയുടെ നൂറയുടെ കേസിലാണ് ഈ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ എന്ന് സംസാരിച്ചതിനാണ് നെവിൻ ക്വിറ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് പറയുന്നു, ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകൂ എന്ന് ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ നെവിൻ ക്വിറ്റ് ചെയ്യാണ്. ഇനി തിരിച്ചു വരുമോന്ന് വെച്ചാൽ അത് എനിക്ക് അറിയത്തില്ല. പക്ഷെ നെവിൻ ക്വിറ്റ് ചെയ്യുന്നതാണ് അറിയുന്നത്. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ട്, ഒരു ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും എനിക്കില്ല. പക്ഷേ നെവിൻ്റെ കാര്യം കൺഫേംഡ് ആണ്. നെവിൻ ക്വിറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. നല്ലൊരു ക്വിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചിരിക്കാൻ പറ്റിയത് നെവിൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കണം, അയ്യോ നെവിൻ പോയി, ഇനിയിപ്പോൾ അവിടെ ചിരിപ്പിക്കാനും. ബിഗ് ബോസ് ഹൗസ് ഇപ്പോഴേ ഒരു മൂകതയാണ് മൊത്തത്തിൽ തന്നെ. അതിൽ നെവിൻ ഇങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ നല്ലൊരു ഭംഗിയായിട്ട് നല്ല കോമഡി ആയിട്ടൊക്കെ വരികയായിരുന്നു. ആ ഒരു സ്വേച്ഛാധിപതിയുടെ ഇത് കിട്ടിയതിനു ശേഷം നല്ല രീതിയിൽ ഇങ്ങനെ കയറി വരികയായിരുന്നു. പക്ഷെ ഇതാ നെവിനും കൂടി പോയിരിക്കുകയാണ്. അറിയില്ല ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത്. നാളെ ചിലപ്പോൾ റേറ്റിംഗ് കൂടുതൽ കിട്ടാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് രാത്രി ഒരു പ്രൊമോ വരുമായിരിക്കും, നമുക്ക് നോക്കാം. ട്വിസ്റ്റാണ് നാളത്തെ എപ്പിസോഡിൽ. നമുക്ക് നോക്കാം. ഇന്ന് രാത്രി പ്ലസിന് ശേഷം പ്രൊമോ വരും. നിങ്ങളിപ്പോൾ എല്ലാവരും TV തന്നെ കാണണം. ഇന്ന് എല്ലാവരും 12 മണി വരെ TV വെച്ചിരിക്കണം. 12 മണിക്കാണോ? അല്ലല്ല, 11:30ക്കാണ് പ്രൊമോ വരിക. നാളത്തെ പ്രൊമോ വരും. അപ്പോൾ നാളത്തെ പ്രൊമോയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ നിങ്ങൾ പ്ലസ് കാണാൻ, ചിലർ പ്ലസ് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, പ്ലസ്സും കാണുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും